പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിഷയോഗം. ജ്യോതിഷയോഗ വിഷയത്തിൽ സാരാവിലിൽ കല്യാണവർത്മാവ് അടുത്ത ചതുർഗ്രഹ യോഗ വിവരണമാണ് നൽകുന്നത്. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ 3 ശുഭഗ്രഹങ്ങളും ഒരു പാപഗ്രഹവുമാണ് വരുന്നത്. ചന്ദ്രനും ബുധനും വ്യാഴവും ചൊവ്വയോടുകൂടെ വരുന്ന ഒരു ചതുർഗ്രഹ യോഗമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. ശാസ്ത്രകുശലോ നരേന്ദ്ര സുമഹാമന്ത്ര അഥവാ മഹാബുദ്ധി ശശികുജ സൗമ്യജീവൈഹി യഗച്ഛഗദേഹി പുമാൻ ഭവതി. ഇവിടെ ശശി, ചന്ദ്രൻ, കുജൻ, ചൊവ്വ, സൗമ്യൻ ബുധൻ, ജീവൻ വ്യാഴം, ഏകച്ഛഗദേഹി, ഇത് 4ഉം ഏകച്ഛഗദേഹി, ഏക വൃക്ഷം ഒരേ രാശിയിൽ ഗദേഹി വരികയാണെങ്കിൽ പുമാൻ ഭവതി, ഈ മനുഷ്യൻ ഇപ്രകാരമാകുന്നു, ഇപ്രകാരം ഭവിക്കുന്നു. ഈ 4 ഗ്രഹങ്ങളോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്ന പുരുഷൻ ആരാകുന്നു? ശാസ്ത്രകുശല ഭവതി. അവൻ ശാസ്ത്ര വിഷയങ്ങളിൽ കൗശല്യമുള്ളവനാകുന്നു. ശാസ്ത്രത്തിൽ അവന് കുശലത, സാമർഥ്യമുണ്ട്. ശാസ്ത്ര വിഷയങ്ങളോട് അഭിരുചി, അത് സാമർഥ്യമായിട്ട് മാറുന്നു എന്നർത്ഥം. പിന്നീട് നരേന്ദ്ര, അദ്ദേഹം നരാനാം ഇന്ദ്ര, രാജതുല്യനാകുന്നു, രാജാവാകുന്നു, ജനങ്ങളുടെ നേതാവാകുന്നു, പ്രജാപതിയാകുന്നു എന്നൊക്കെ അർത്ഥം. പിന്നീട് സുമഹാമന്ത്ര, ശോഭനമായ മഹത്തായ മന്ത്രങ്ങളോടുകൂടി ഉള്ളവനാകുന്നു. ഇദ്ദേഹത്തിന് മാന്ത്രിക വിഷയത്തിൽ അങ്ങേയറ്റം ജ്ഞാനമുണ്ട്, അഗാധമായ പരിജ്ഞാനമുണ്ട്. അതുകൊണ്ട് വലിയ വലിയ ക്ഷേത്രങ്ങളിലെ തന്ത്രി മുതലായ വലിയ പദവികളൊക്കെ വഹിക്കാൻ അദ്ദേഹം വളരെ പ്രാപ്തനാണ് എന്നർത്ഥം. അഥവാ മഹാബുദ്ധി, അപ്രകാരം തന്നെ മഹാബുദ്ധിയാണ്, വലിയ ബുദ്ധിയുള്ള വ്യക്തിയുമാകുന്നു. അതിനാൽ ഈ യോഗം 3 ശുഭഗ്രഹങ്ങളും ഒരു പാപഗ്രഹവും ചേർന്നുള്ള ദ കോമ്പിനേഷൻ, ഈ ഒരു യോഗം നല്ലൊരു യോഗമാകുന്നു ജ്യോതിഷത്തിൽ. നമസ്തേ.